അവനും മരിച്ചു എന്നുള്ള ന്യൂസൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലവ് മാരേജ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ബ്രദറോ ഒന്നും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ജീവിച്ച ലൈഫിനേക്കാളും അടിപൊളിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. മരിക്കേണ്ട എത്രയോ സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ടെന്നറിയോ, പക്ഷെ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഇപ്പം എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയത് കൊണ്ടാണ്. എൻ്റെ ബ്രദറും എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഇല്ല. ഈ ഒരു വിഷമം മാത്രമേ ഇപ്പം എൻ്റെ ഉള്ളിൽ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു വിഷമങ്ങളും ഇല്ല. എൻ്റെ ഫാമിലി, നാട്ടുകാർ, ഇവരെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ ഈ 3 പേരെ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ താത്താര്, എനിക്ക് ഏറ്റവും എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ബ്രദറെയാണ്. പക്ഷെ അവരൊന്നും എപ്പോഴും അംഗീകരിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ. പക്ഷെ നാട്ടുകാരെ മുന്നിലും കുടുംബക്കാരെ മുന്നിലും ഞാൻ എപ്പോഴും കുറ്റക്കാരി തന്നെയായിരിക്കും. പക്ഷെ എനിക്കൊരു ശരിയുണ്ട്, അതുകൊണ്ടാണ് ഇന്നും ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒളിച്ചോടി പോകാം. അല്ലെങ്കിൽ വീട്ടുകാർ അറിഞ്ഞാൽ വീട്ടുകാർ കുറച്ച് തല്ലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ചില വീട്ടുകാർ സമ്മതിച്ച് തരും, ചില വീട്ടുകാർ സമ്മതിച്ച് തരത്തില്ല എന്ന് വരുമ്പോഴാണ് ഇങ്ങനെ പെൺകൊച്ചുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതും എല്ലാം. അവർ ആത്മഹത്യ ചെയ്താൽ എന്തുവാ, വീട്ടുകാർക്ക് പോയി. വീട്ടുകാർക്ക് അങ്ങനെ ഒരു മകളുണ്ടാവത്തില്ല പിന്നെ. അല്ലാണ്ട് പിന്നെ എന്തുവാ. എപ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ, അപ്പം നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വീട്ടിൽ പറയാം. വീട്ടുകാർ ഒരിക്കലും ചെയ്തു തരത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി പോവുക. നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ. അഥവാ നല്ലൊരു ജീവിതം കിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ അന്നും പഴിചാരത്തുള്ളൂ. അത് വേറെ കാര്യം. എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ലല്ലോ. അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷെ ഇതുപോലെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിച്ച് ജീവിക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ ജീവിക്കുന്നില്ലേ.